മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലും പത്നി സുചിത്രയും തങ്ങളുടെ 38ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വാർത്ത സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും വലിയ തരംഗമായിരിക്കുകയാണ്. ഇത്തവണത്തെ ഈ പ്രത്യേക ദിനം ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള മനോഹരമായ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാൽ ആരാധകർക്കായി അറിയിച്ചത്. 1988 ഏപ്രിൽ 28 നടന്ന ഇവരുടെ വിവാഹം മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായിരുന്നു. വാർഷിക ദിനത്തിൽ പ്രിയതമയ്ക്കൊപ്പമുള്ള ചിത്രം ലാൽ പങ്കുവച്ചതോടെ സഹപ്രവർത്തകരും ആരാധകരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് ആശംസകളുമായി രംഗത്തെത്തിയത്. പ്രശസ്ത തമിഴ് നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളായ സുചിത്ര മോഹൻലാൽ എന്ന നടൻ്റെ കടുത്ത ആരാധികയായിരുന്നു എന്നതാണ് ഇവരുടെ പ്രണയകഥയിലെ കൗതുകകരമായ വശം. മോഹൻലാലിൻ്റെ അഭിനയത്തോട് തോന്നിയ ആരാധന പിന്നീട് പ്രണയമായി വളരുകയായിരുന്നു. അദ്ദേഹം അഭിനയിച്ച സിനിമകൾ കണ്ട് ആകൃഷ്ടയായ സുചിത്ര താരത്തിന് കത്തുകൾ അയച്ചാണ് ആ ഇഷ്ടം പ്രകടിപ്പിച്ചു തുടങ്ങിയത്. പിന്നീട് ആ ആഗ്രഹം കുടുംബങ്ങൾ തമ്മിലുള്ള ആലോചനകളിലേക്ക് വഴിമാറുകയായിരുന്നു. എന്നാൽ ഇവരുടെ വിവാഹ ആലോചനകൾ നടക്കുന്ന സമയത്ത് ജാതകപ്പൊരുത്തം സംബന്ധിച്ച് വലിയൊരു തടസ്സം നേരിട്ടിരുന്നു. ആദ്യമായി ജാതകം പരിശോധിച്ച ഒരു ജ്യോത്സ്യൻ ഇരുവരുടെ പൊരുത്തം ചേരില്ലെന്ന് പ്രവചിച്ചു. ഇതോടെ വിവാഹം മുടങ്ങിപ്പോകുമെന്ന് കരുതി എല്ലാവരും നിരാശയായെങ്കിലും പിന്നീട് മറ്റൊരു പ്രഗത്ഭനായ ജ്യോത്സ്യനെ കൊണ്ട് ജാതകം പരിശോധിച്ചപ്പോൾ പൊരുത്തമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ പ്രതിസന്ധികൾ മറികടന്ന് ആ ശുഭമുഹൂർത്തത്തിന് വഴിയൊരുക്കി. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഇവരുടെ വിവാഹം ഒരു സിനിമാ റിലീസിനേക്കാൾ വലിയ ആവേശത്തോടെയാണ് മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയത്. അന്ന് വിവാഹവേദിയിലേക്ക് ഒഴുകിയെത്തിയ വൻ ജനക്കൂട്ടം ഇന്നും സിനിമാ പ്രേമികളുടെ ഓർമ്മകളിൽ പച്ചപിടിച്ചു നിൽക്കുന്നുണ്ട്. സിനിമാ രംഗത്തെ പ്രമുഖരും ആരാധകരും ഒത്തുചേർന്ന ആ വിപുലമായ ചടങ്ങിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഇന്നും സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെ വിവാഹം. നേരത്തെ മോഹൻലാലിൻ്റെ കടുത്ത ആരാധികയായിരുന്നു സുചിത്ര. ഈ ആരാധന തന്നെയാണ് വിവാഹത്തിലേക്ക് എത്തിയതും.